ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും. ഹൗ ടു ഫൈൻഡ് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ. ഒരു സംഖ്യയെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏതൊക്കെ സംഖ്യകളുണ്ടോ ആ സംഖ്യകളൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ 6ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്നത് 6നെ ഏതൊക്കെ സംഖ്യ കൊണ്ട് പൂർണ്ണമായിട്ടും ഹരിക്കാൻ കഴിയുന്നുവോ ആ സംഖ്യകളൊക്കെ 6ൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. പൂർണ്ണമായിട്ടും ഹരിക്കുക എന്ന് പറയുന്നത് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 വരണം. ഇവിടെ 6നെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സാണ് 1, 2, 3, 6. ഇവിടെ നോക്കൂ, 6നെ 1 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയും, അതായത് റിമൈൻഡർ 0 ആണ് കിട്ടുന്നത്. അതുപോലെ 2 കൊണ്ടും 3 കൊണ്ടും 6 കൊണ്ടും 6നെ പൂർണ്ണമായും ഹരിക്കാൻ കഴിയും. ഇവിടെ ഏത് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോഴും ആ നമ്പറും 1ഉം അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ 6 ആണ് എടുത്തിട്ടുള്ളത്. 6ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം 1ഉം ആ നമ്പറും, അതായത് 6ഉം അതിൻ്റെ ഫാക്ടേഴ്സാണ്. ബാക്കിയുള്ള നമ്പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കൂടാതെ ഏത് സംഖ്യയുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോഴും ആ സംഖ്യയും ആ സംഖ്യയേക്കാളും ചെറിയ സംഖ്യകളുമായിരിക്കും അതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത്. ഇനി ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടും പെട്ടെന്ന് കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് 6ൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ 1ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 1നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഓൾറെഡി അറിയാം. ഏത് നമ്പറിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോഴും ആ നമ്പറും 1ഉം അതിൻ്റെ ഫാക്ടേഴ്സ് ആയിരിക്കും. എന്നിരുന്നാലും 1 × 6 6. ഇനി 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 2നോട് ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും? 2 × 3, 2 × 3 = 6. ഇനി അതുപോലെ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. നമ്മൾ ഓൾറെഡി എഴുതി 2 × 3 എന്ന്. ഇനി പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 4നോട് ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും? ഇല്ല, കിട്ടില്ല. ഇനി 5ൻ്റെ നോക്കുക. 5ൻ്റെതും കിട്ടില്ല. 6ൻ്റെ നമ്മൾ ഓൾറെഡി ചെയ്തു. 1 × 6, 6 × 1 സെയിം ആണ്. അപ്പോൾ ഇത്രയും ആണ് 6ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. 1, 2, 3, 6. അടുത്തൊരു നമ്പർ നോക്കാം, 10. 10ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ 2 നമ്പർ കിട്ടും, 1 and 10. 1 × 10, 10. ഇനി 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? 2 × 5. ഇനി 3യുടെ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 3നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? ഇല്ല, ഒരു നമ്പറും മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടില്ല. അതുപോലെ 4നും കിട്ടില്ല. 5 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇവിടെ. 6 കിട്ടില്ല. 7നും കിട്ടില്ല. 8ഉം കിട്ടില്ല. 9നോടും ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും 10 കിട്ടില്ല. ഇനി 10 നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് മാത്രമേ 10ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. ഏതൊക്കെയാ 10ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്? 1, 2, 5, 10. അടുത്തൊരു നമ്പർ നോക്കുക, 12. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ? 1ഉം 12ഉം 12ൻ്റെ ഫാക്ടേഴ്സാണ്. ഇനി അടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? 1 × 12, 12. അടുത്തത് വരുന്നത് 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 2ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 2 × 6 = 12. അടുത്തത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. 3ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? 4. അടുത്തത് 4ൻ്റെത് നമ്മൾ ഓൾറെഡി എഴുതി, ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി 5നോട് ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 12 കിട്ടും? കിട്ടില്ല. 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നോക്കുക. അത് നമ്മൾ ഓൾറെഡി എഴുതി, 2 × 6 എന്ന്. ഇനി 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലും കിട്ടില്ല. അതുപോലെ 8 കിട്ടില്ല. 9, 10, 11 ഇവയൊന്നും ഇവിടെ കൂടെയൊന്നും ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും 12 കിട്ടില്ല. 12ൻ്റെ നമ്മൾ ഓൾറെഡി എഴുതി, 1 × 12. അപ്പോൾ 12ൻ്റെ ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്: 1, 2, 3, 4, 6, 12. ഒരു നമ്പർ കൂടി നോക്കാം, 36. 36ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് ആദ്യം തന്നെ 2 ഫാക്ടേഴ്സ് എഴുതാം. ഏതൊക്കെയാ? 1 and 36.
1 ഇൻറ്റു 36 36, 2 ഇൻറ്റു 18 36. ഇവിടെ 18 എന്ന് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 36നെ 2 കൊണ്ട് ഹരിച്ച് നോക്കിയാൽ മതി. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 18 എന്ന് കിട്ടും. അതുപോലെ 3 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 36. ഇവിടെയും 36നെ 3 കൊണ്ട് ഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും. അടുത്തത് 4 ഇൻറ്റു 9 36. അതുപോലെ 6 ഇൻറ്റു 6 36. അപ്പോൾ ഇത്രയുമാണ് 36ൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നത്. ഏതൊക്കെയാണ് 36ൻ്റെ ഫാക്ടേഴ്സ് വരുന്നത്? 1, 2, 3, 4, 6, 9, 12, 18, 36. അപ്പോൾ ഇങ്ങനെയാണ് നമ്പേഴ്സിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. താങ്ക് യു.